ഞാൻ നിങ്ങളുടെ സ്വന്തം ജ്യോതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം. അപ്പോൾ വരുണിൻ്റെ വീട്ടിലെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ നല്ല ഭാര്യയായിട്ടുള്ള വീഡിയോ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ ഗൈസ്, സമയം ഇത്രയായിട്ടും വരുൺ എണീറ്റിട്ടില്ല. നോക്കൂ, 10 മണി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും എൻ്റെ അമ്മായിമ്മ വന്ന് വരുണിനെ തല്ലി എഴുന്നേൽപ്പിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് എൻ്റെ പ്രഭാത കൃത്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഫസ്റ്റ് തന്നെ നമ്മളുടെ കൗസല്യ സോങ്ങിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൗസല്യ ശുഭ്രരാജ രാമപൂവ സന്ധ്യ പ്രവർത്തതി ഉദ്ദിഷ്ട നമസാമൂല കർത്തവ്യം ദൈവമാന്തികം ഉദ്ദിഷ്ട ഗോവിന്ദ മുഷ്ടിഷ്ട ഗരുഡധ്വജ ഉദ്ദിഷ്ട കമലാത്രിലോകം മംഗളം ഗുരു. എനിക്ക് ഇതിന്റെ അർത്ഥമൊന്നും അറിയില്ല. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം പോയി ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യുമ്പോൾ പല്ല ക്ലീൻ ആവണം. അതുപോലെ നിങ്ങൾ എല്ലാവരും ബ്രഷ് ചെയ്യണം കേട്ടോ. അടുത്തത് നമ്മൾ രണ്ടിന് പോകണം. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാമേ. കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി അച്ഛൻ പറഞ്ഞിരുന്നു പഴം കഴിച്ചാൽ നന്നായി പോകുമെന്ന്. അതുകൊണ്ട് ഞാൻ പഴം കഴിച്ചു. ഇനി നമ്മൾ കിച്ചണിൽ പോയി ഫുഡ് ഉണ്ടാക്കണം. അമ്മ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കിന്ന് പുതിയൊരു ഐറ്റം തന്നെ ട്രൈ ചെയ്യണം. ജ്യോതി ആദ്യമായി കിച്ചണിൽ കയറല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അമ്മ, ജ്യോതി കുക്ക് ചെയ്യാൻ പോവുകയാണ്. അയ്യോ മോളെ വേണ്ട, എന്തിനാ വെറുതെ ഒരു പണി. അമ്മ ഓക്കെ ചെയ്തോളൂ. പക്ഷെ കൈയും കാലൊന്നും പൊള്ളിക്കരുത്. അതുകൂടാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ചാവാനും പാടില്ല. ഓക്കേ. ജ്യോതി ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അവസാനം ഒരു ബ്യൂട്ടിഫുൾ ഡിഷ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്താണെന്നറിയോ? നൂഡിൽസ്. നമുക്കപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പഠിപ്പിച്ചു തരാം. കുരുത്തം കെട്ടവനെ 10:30 കഴിഞ്ഞേക്ക് നിന്റെ പെണ്ണുമ്പോൾ അതാ കിച്ചണിൽ കയറി പോയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ പൊട്ടി തെറിക്കുന്ന എനിക്കറിയില്ല. ഒന്ന് ചെന്ന് നോക്കടാ. ഓ എന്റെ അമ്മ, നിങ്ങൾ എന്തിനാണ് അതിനെ കിച്ചണിക്ക് പറഞ്ഞയക്കണാണോ? അതിന് 2 കാലില്ലേ, അത് നടന്നു വന്നാണ്. എന്റെ ഈശ്വര, അപ്പൊ ആ ക്യാമറയും കയ്യിലുണ്ടാവും അല്ലേ? ഉണ്ട്. എന്നാ പിന്നെ തീർന്നു. മാറ്, ഞാൻ പോയി നോക്കട്ടെ. ജ്യോതി മോളെ, വരുൺ, കം ഹിയർ. ഞാൻ ഒരാളെ അന്വേഷിച്ച് നിൽക്കുകയായിരുന്നു. വരൂ, ഈ ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്യൂ. എന്തിന്? നമുക്ക് പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യാനാ, നൂഡിൽസ്. അതോ പുതിയതോ? ഇപ്പോഴും നിനക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയില്ല? നോ, എന്റെ പപ്പ എന്നെ ഇതുവരെ കിച്ചണിൽ കേട്ടിട്ടില്ല. ജാനുവിനെ മാത്രം കേട്ടിട്ടുള്ളൂ. അത് അവള് വാശി പിടിച്ചത് കൊണ്ടാ. എനിക്ക് കിച്ചൺ ഒന്നും ശരിയാവില്ല വരുൺ. പക്ഷെ എന്റെ ഫാൻസിന് വേണ്ടി ഇന്ന് ഞാൻ കിച്ചണിൽ കയറി. നല്ല കുട്ടി. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്? വെജിറ്റബിൾസ് കട്ട് ചെയ്യണം, കുഞ്ഞു പീസുകളായിട്ട്. എനിക്ക് നന്നാക്കാൻ അറിയില്ലെന്ന് ഇവളോട് ഞാൻ എങ്ങനാ പറയാ? എന്താ വരുൺ ആലോചിക്കുന്നത്? അറിയോ? എനിക്ക് നന്നാക്കാൻ അറിഞ്ഞൂടാ. അതൊന്നും കുഴപ്പമില്ല വരുൺ. കത്തി എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. എനിക്കും അറിയില്ല. വരുൺ വരൂ, നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. സ്മെൽ നല്ല മണമില്ലേ? ഉണ്ട്. വരുൺ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് നോക്കട്ടെ. മസാലായിട്ടുണ്ട്. ഞാനല്ലേ ഉണ്ടാക്കിയത്. ഇത് ജ്യോതിയുടെ കൈപുണ്യമാണ്. അതെ, അല്ലാണ്ട് ആ മസാലയുടെ കൂട്ടുകാരനല്ല. അതെ അല്ല, ഞാനാണ്. അതെ എന്റെ മോളാണ്. അപ്പോ ഗൈസ്, നമ്മുടെ രാവിലത്തെ കിച്ചൺ വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഔട്ട്സൈഡിൽ പോയിട്ട് അടുത്ത വ്ലോഗ് ചെയ്യാം. എടാ ദുഷ്ട, ഞാൻ നിന്നോട് അവളെ പുറത്താക്കാനാ പറഞ്ഞത്. നീ എന്നിട്ട് അവളുടെ കൂടെ നിന്ന് കുക്ക് ചെയ്യായിരുന്നില്ലേ? അമ്മ ഒരു ടീച്ചറല്ലേ, അമ്മയ്ക്ക് അവള് ചീത്തറിന് പുറത്താക്കിയാ പോരായിരുന്നു. ഞാൻ ഇതിനിത്ര കഷ്ടപ്പെടുന്നപ്പോ പിന്നെ എന്റെ ജ്യോതി മോൾ എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് വേണ്ടെന്ന് പറയാനും പറ്റൂല അമ്മ. ആ പ്രശ്നം തന്നെയാണ് എനിക്കും. എന്റെ മരുമോൾ ഒരു നിഷ്കളങ്കയാണ്. അതിനെ ചീത്ത പറഞ്ഞ് എന്തിനാ വിഷമിപ്പിക്കണെന്ന് വിചാരിച്ചിട്ടാ മിണ്ടാണ്ടിരിക്കുന്നത്.
സാരില്ല, എന്തായാലും മരുമോളായി പോയില്ലേ, അനുഭവിക്കുക നീയും. ആ അമ്മ. ഗൈസ് ഇത് കണ്ടോ, പണ്ടത്തെ വരുണിന്റെ ഫോട്ടോസ് ആണ്. എന്റെ ക്യൂട്ടാണല്ലേ എന്റെ ഹബ്ബി. ഒരു ഷഡ് ഇടാത്ത ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതിൽ കാണുന്നില്ല. വരുൺ, ആ ദേ വിളിക്കണ ചെല്ല്. ആ പോവാ. എന്താ ജ്യോതിമോളെ? വരുണിന്റെ ഷഡ് ഇടാത്ത ഫോട്ടോ എന്റെ അതെന്തിനാ ഇവിടെ കാണിക്കാൻ. നാട്ടുകാര് മൊത്തം എന്തിനാണ് എന്റെ കിടുങ്ങാമണി കാണിക്കുന്നത്? ഒന്ന് മിണ്ടാണ്ട് പോ ജ്യോതിമോളെ. അത് കുഞ്ഞുനാളത്തെ അല്ലേ വരുൺ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടടി, നീ വേറെന്തെങ്കിലും കാണിക്ക്. ഓക്കെ, ഞാൻ എന്റെ കുഞ്ഞുനാളിലെ നേക്കഡ് ഫോട്ടോ കാണിച്ചോളാം. അതൊട്ടും കാണിക്കണ്ട. അതെന്താണ്? വേണ്ട, ഈ തുണിയില്ലാത്ത ഫോട്ടോസ് മാത്രമേ നിനക്ക് കാണിക്കാനുള്ളൂ. വേറെന്തെങ്കിലും കാണിക്കും മോളെ. പിന്നെ ഞാൻ എന്ത് കാണിക്കാനാണ് വരുൺ? എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ. വേറെ എന്തോരം കാണിക്കാനുണ്ട്. വാ പുറത്തേക്ക് വാ, നമുക്ക് അപ്പോഴും ഇവിടെ ഒക്കെ പോയി നടക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ശരിക്കും? ആന്നേ. ഓക്കേ. നോക്കിയേ, കൊക്ക് മീൻ പിടിക്കണം. ഇത് കാണിച്ചു കൊടുക്ക്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും കൊക്ക് മീൻ പിടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. നോക്കൂ. കണ്ടോ, എന്റെ ഷാർപ്പാണ് കൊക്കിന്റെ കൊക്ക് എന്ന്. അത് വെച്ചിട്ടാണ് അത് മീനിനെ പിടിക്കുന്നതും. എന്നിട്ട് ഒറ്റ വിഴുങ്ങും. ചവയ്ക്കാൻ അവർക്ക് പല്ലില്ലല്ലോ. അതുകൊണ്ട് തൊണ്ടയിൽ കുടുങ്ങി ചത്തു പോവാണ്ടിരിക്കാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ജ്യോതിമോളെ നോക്ക്, അവിടെ താമരണ്ട്, അത് കാണിച്ചു കൊടുക്ക്. നോക്കൂ ഗൈസ്, തമിഴ ഇത് റോസ് കളറാണ്. ഇതുപോലെ അമ്പലുണ്ട്, വൈറ്റ് കളർ. റോസ് കളർ നമ്മൾക്ക് അതിന്റെ അല്ലിയൊക്കെ തിന്നാൻ കഴിയും. ഇനി നാഗക്കാവിലെ ഉത്സവത്തിന് നിങ്ങൾ എല്ലാവരും വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ താമരയുടെ അല്ലി തിന്നാൻ തരാമേ. ഓ തരാവേ. എന്താ? ഒന്നുമില്ല. ഇനി നമുക്ക് ജ്യോതിമോളെ ക്യാമറ കുറച്ചൊരു ഓഫ് ചെയ്ത് വെക്ക്. ബാക്കി വ്ലോഗ് പിന്നെ പ്ലീസ്. ഓക്കെ, ഓഫ് ചെയ്തു. ഇനി എന്താണ് വരുൺ? ഇനി ഒന്നുമില്ല. എനിക്ക് എന്റെ പെണ്ണിനെ കുറച്ചേരം ഇങ്ങനെ അങ്ങോട്ട് കാണണം. വരുൺ, യു മേക്ക് മീ ഷൈ. നിനക്കോ നാണോ? അതെന്താ വരുൺ, എനിക്ക് നാണിച്ചൂടെ? ഓ, ഇഷ്ടം പോലെ നാണിച്ചോ. എനിക്ക് ആ മുഖം കാണാൻ ഭയങ്കര ഇഷ്ടാണെന്നേ. ഇനി എനിക്ക് കൺട്രോള് കിട്ടുമെന്ന് വരില്ല. വരുൺ, you kiss me? Yes, I kiss you. ഒരെണ്ണം കൂടി തരുമോ? ഇടി കള്ളി. മതിയാ? ഇപ്പൊ മതി. ഇനി ഞാൻ പിന്നെ ചോദിക്കുമ്പോ തന്നാ മതി. ഓക്കെ മാഡം. വരുൺ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. വരുൺ എങ്ങനെയാ എന്നോട് ഇഷ്ടമായത്? എന്റെ ഈ തമാശ കണ്ടിട്ടാണോ? തമാശയോ? ആരാ പറഞ്ഞേ ഈ തമാശക്കാരിയാണെന്ന്? എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഞാൻ തമാശയാണ്. പിന്നെ കുറെ പേര് പറയുന്നു എനിക്ക് ബുദ്ധിയില്ലാന്ന്. പിന്നെ ഒന്നും കൂടി പറയും, ഞാനൊരു വെകിലി പിടിച്ച കുട്ടിയാണ്, കുറുമ്പിയാണ്, എന്നെ കല്യാണം കഴിച്ച വരുണെ എന്നെ ഡിവോഴ്സ് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് വരാറുണ്ട്. എന്നിട്ട് നീ അത് ഇപ്പഴാ പറയുന്നേ? എനിക്ക് സങ്കടം കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല. എന്റെ കൊച്ചിനെ വേദനിപ്പിക്കുന്ന എന്ത് തന്നെയാണെങ്കിലും അത് നീ എന്നോട് പറഞ്ഞിരിക്കണം ജ്യോതി, കേട്ടോ? വരുൺ എന്തിനാ ചൂടാവുന്നത്? ചൂടാവുന്നത് നിന്നോടല്ല, അവരോടാ. നിന്റെ മുഖത്ത് നോക്കി നീ ഒരു പാവായതുകൊണ്ട് ഒന്നും പ്രതികരിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാ അവരങ്ങനൊക്കെ കമന്റ് ഇടുന്നത്. അവരെ ഞാൻ ശരിയാക്കുന്നുണ്ട്. വേണ്ട വരുൺ, അവര് പാവല്ലേ? പാവങ്ങളോ അവരോ? അങ്ങനെയൊക്കെ ഇട്ടൊരു പാവങ്ങളാവുന്ന നിനക്ക് എങ്ങനെയാടി തോന്നുന്നേ? എന്റെ ജ്യോതി മോളെ, നീ എന്താരാ? ഞാനോ? എന്റെ ഭർത്താവ് ആണല്ലോ. അപ്പൊ ഭാര്യയും ഭർത്താവാകുമ്പോ അവരുടെ ഇടയിൽ എപ്പോഴും ഷെയറിങ് ഉണ്ടാവണം. എന്ത് തന്നെയാലും, വിഷമായാലും സന്തോഷായാലും. ഇനി ജ്യോതി നോക്കിക്കോളാം വരുൺ. അപ്പൊ ആരാണ് ഈ ഗായത്രി? തൂക്കിയല്ലോ നാഥ. പറയടാ പട്ടി. അതെന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. ഞാൻ എന്റെ ആരാ?
ഭാര്യ. നീ എന്റെ ആരാ? ഭർത്താവ്. അവർക്കിടയിൽ സീക്രട്സ് ഒന്നും പാടില്ല. ഷെയറിംഗ് ഈസ് കെയറിംഗ്. മനസ്സിലായോ? ഓ, ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് വരായിരുന്നില്ലേ പെണ്ണെ? അതിന്റെ ഇടയിൽ നീ എന്തിനാ ഇങ്ങനെ കൊത്തിരിക്കൊള്ളുണ്ടാക്കുന്നത്? വന്നിങ്ങോട്ട്. എനിക്കിത് കണ്ടിട്ട് റൊമാൻറ്റിക് ഒന്നും അവൻ തോന്നണില്ലട്ടോ വരുൺ. അതെന്താടി നിനക്ക് റൊമാൻറ്റിക് ആയാല്? വരുൺ വേണ്ട. വേണം. വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? വേണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? Are you trying to mocking me? ആ അതെ. പോരാ പറ്റിട്ടുണ്ട്. ജ്യോതി വ്ലോഗ് കഴിഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് വാ. വരൂല, നീ ശരിയല്ല.